പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അഥവാ മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്ന ഭാഗം പഠിച്ചത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ട് യു മീൻ ബൈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്? ദ ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ എ മാനേജർ ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ കോൾഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്? ഐ തിങ്ക് യു നോ. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഒന്നുകൂടി പറയുകയാണ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇത്രയും കാര്യങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 4 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഓരോ ഫങ്ഷൻസും ഡീറ്റെയിലായി പഠന വിധേയമാക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ ഓരോ ഫങ്ഷൻസും പ്രത്യേകമായി ഡീറ്റെയിലായി പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ. ഓക്കെ, നമുക്ക് പ്രൈമറി ഫങ്ഷനായിട്ടുള്ള പ്രാഥമികമായ ധർമ്മമായിട്ടുള്ള പ്ലാനിങ്ങിൽ തുടങ്ങാം. പ്ലാനിംഗ് അഥവാ ആസൂത്രണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഓരോരുത്തരും നിത്യേന എന്നോണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുടുംബജീവിതത്തിലുണ്ട്, സ്കൂൾ ലൈഫിലുണ്ട്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാൻ ചെയ്യുന്നുണ്ട്. വീട്ടിലെ കൊച്ചു കൊച്ചു പ്രോഗ്രാമുകൾ, യാത്രകൾ, കലാപരിപാടികൾ, സംഘടനാ പ്രവർത്തനങ്ങൾ പലതും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യു ആർ ഡൂയിങ് പ്ലാനിങ്. അറിഞ്ഞോ അറിയാതെയോ, നോയിങ്ലി ഓർ അൺനോയിങ്ലി യു ആർ പ്ലാനിങ് സംതിങ്. ഈ കോവിഡ് കാലത്തെ മുഷിപ്പ് മാറ്റാൻ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഒരു യാത്ര പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഒരു യാത്ര പോകണം. ഇപ്പോഴത്തെ ഈ കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ വിഷമാവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു യാത്ര പോകണം. ആദ്യം ആ യാത്ര പോകണമെന്ന് ഉദ്ദേശിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്നു. പിന്നെ നിങ്ങൾ അതിന് അനുയോജ്യമായ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ രീതി അവലംബിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൽ ഏറ്റവും അനുയോജ്യമായ ഒരു രീതി സ്വീകരിക്കുന്നു. സത്യത്തിൽ ഇത് തന്നെയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഏതൊരു ബിസിനസ് സ്ഥാപനവും ലക്ഷ്യം വെക്കുന്നത് വിജയമാണ്, സക്സസ്. ദാറ്റ് മീൻസ് they have to increase their sales or profit. സെയിൽസ് വർദ്ധിപ്പിക്കണം, ലാഭം വർദ്ധിപ്പിക്കണം, കൂടുതൽ ലാഭം ഏൺ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഓരോ ബിസിനസ് സ്ഥാപനവും ആഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവണം, പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനുണ്ട്. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആര്? ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ, മാനേജേഴ്സ് ഇത്തരമൊരാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ പൂവണിയണമെങ്കിൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ചിന്തിക്കുക. തിങ്കിങ് ബിഫോർ ഡൂയിങ് ഓർ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് അഥവാ ആസൂത്രണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ തീരുമാനിക്കുക. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്തിനെക്കുറിച്ച്? വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു. ദി കോൺസെപ്റ്റ് ഓഫ് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു. It is one of the basic management function. You see that it is a mental process or intellectual process, intellectual activity. It is applicable in all levels of management. ഇതൊരു ചിന്താപരമായ പ്രവൃത്തിയാണ്. ഇത് എല്ലാ ലെവൽ മാനേജ്മെൻറ്റിലും ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവലിൽ പ്ലാനിങ് വേണം, മിഡിൽ ലെവലിൽ പ്ലാനിങ് വേണം, ലോവർ ലെവലും പ്ലാനിങ് വേണം. ഇൻ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വി നീഡ് പ്ലാനിങ്. ഓക്കെ, മാനേജ്മെൻറ്റ് എല്ലാ ലെവലിലും പ്ലാനിങ് ആവശ്യമുണ്ട്.
പ്ലാനിങ് സത്യത്തിൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസ്ഥ എന്താണ്, അതിനിടയിലുള്ള എന്താ പറയുക, വിടവിൽ ഒരു ബ്രിഡ്ജ് മേക്കിംഗ് ആണ്, ഒരു പാലമിടുന്ന പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ സ്റ്റാൻഡിങ് ടുഡേ ഓർ നൗ ആൻഡ് വേർ വി വാണ്ട് ടു റീച്ച് ഓർ വേർ വി വാണ്ട് ടു ഗോ. മീൻസ് പ്ലാനിങ് ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ സ്റ്റാൻഡിങ് ടുഡേ ആൻഡ് വേർ വി വാണ്ട് ടു റീച്ച്. എവിടെയാണ് നമ്മൾ ഇപ്പോഴുള്ളത്, എവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്, എത്തേണ്ടത്, ഇത് രണ്ടും തമ്മിലുള്ള വിടവിൽ പാലമിടുന്ന പ്രവർത്തനമാണ് പ്ലാനിങ് നിർവഹിക്കുന്നത്. ഓക്കെ, വെൻ വി ആർ തിങ്കിങ് ഓഫ് എ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ഫോർ പ്ലാനിങ്ങിന് കുറെ കൂടി സമഗ്രമായ ഒരു നിർവചനം നമ്മൾ ആലോചിക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് പ്ലാനിങ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് for a given time period and formulating various courses of actions to achieve that objectives and then selecting the best possible alternatives. Okay, this is the comprehensive definition for planning. This definition has three parts. One is setting objectives for a given time period. ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ട്, ഈ ഡെഫിനിഷൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഫോർമുലേറ്റിംഗ് വേരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ പാർട്ടിൽ ആൻഡ് ദെൻ സെലക്ടിങ് ദി ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. ഇങ്ങനെ തയ്യാറാക്കിയ കർമ്മ പദ്ധതികളിൽ ഏറ്റവും അനുയോജ്യമായ കർമ്മ പദ്ധതികൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വെൻ വി ആർ തിങ്കിങ് അബൌട്ട് എ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ഫോർ പ്ലാനിങ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോർ എ ഗിവൺ ടൈം പീരീഡ്. ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ട് നേടേണ്ട കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. Then formulating various courses of actions to achieve these objectives. എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. മൂന്നാമത്തെ ഭാഗത്ത് ഈ കർമ്മ പദ്ധതികളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും യോജിച്ച, സാധ്യമായ കർമ്മ പദ്ധതി തിരഞ്ഞെടുക്കുന്നു. പ്ലാനിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് പോവാം. ദെൻ വി പാസ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് വൈ പ്ലാനിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാനിങ്? വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് പ്ലാനിങ്? ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. മീൻസ് പ്ലാനിങ് അഥവാ ആസൂത്രണം ദിശ നിശ്ചയിക്കുന്നു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആസൂത്രണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കാണിച്ചു തരുന്നു. ഇന്നതാണ് ചെയ്യേണ്ടത്, ഈ ഭാഗത്തുകൂടെയാണ് പോകേണ്ടത്, ഈ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. മീൻസ് നോ ബസ് വിൽ ടേക്ക് യു. ഇഫ് യു ഡോണ്ട് നോ വേർ യു ആർ ഗോയിങ്, നോ റോഡ് വിൽ ടേക്ക് യു ദർ. ബിക്കോസ് വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. എങ്ങോട്ടാണെന്ന് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഒരു ബസ്സും ഒരു റോഡും നിങ്ങളെ എവിടെ എത്തിക്കില്ല എന്നുള്ളതാണ് സത്യം. സെക്കൻഡ് പോയിന്റ് ഈസ് പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റി. അനിശ്ചിതത്വം മൂലമുള്ള നഷ്ടസാധ്യതകളെ പ്ലാനിങ് കുറക്കുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് അനിശ്ചിതത്വത്തിൻ്റെ കാലത്താണ്. പാൻഡമിക്കിൻ്റെ കാലമാണ്, COVID-19 കാലമാണ്. ദി ഏജ് ഓഫ് അൺസെർട്ടനിറ്റി എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കത് വിടാം. പ്ലാനിങ് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അൺസെർട്ടനിറ്റി കുറക്കാം. യു സി, പ്ലാനിങ് ഈസ് റിലേറ്റഡ് ടു ദി ഫ്യൂച്ചർ, ബട്ട് ഫ്യൂച്ചർ ഈസ് അൺസെർട്ടൺ. ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. പക്ഷേ ഫ്യൂച്ചർ ഈവൻസിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ് അനിശ്ചിതത്വം കുറക്കുന്നു. ഇല്ലെങ്കിൽ പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റി എന്ന് പറയാം. പ്ലാൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ
ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, പ്രതികൂലമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ പ്ലാനിങ്ങിന് സാധിക്കുന്നു എന്നുള്ള. അപ്പോൾ പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റി. അനിശ്ചിതത്വം മൂലമുള്ള നഷ്ടസാധ്യതകളെ പ്ലാനിങ് കുറക്കുന്നു. അപ്പോൾ 2 പോയിൻ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ത് ചെയ്യുന്നു? ദിശ നിശ്ചയിക്കുന്നു, ദിശ നൽകുന്നു. രണ്ടാമത്തത്, പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റി. അനിശ്ചിതത്വം മൂലമുള്ള നഷ്ടസാധ്യതകളെ പ്ലാനിങ് കുറക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. മീൻസ് എല്ലാ ഡിവിഷനുകളുടെയും പ്രവർത്തനങ്ങളെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങളെ കോഓർഡിനേറ്റ് ചെയ്യുന്നുണ്ട് പ്ലാനിങ്. പ്ലാനിങ് നിർവഹിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഓർഡർലി ആയി മാറും. ഓവർലാപ്പിംഗ് ഒഴിവാവും, നമ്മുടെ അധ്വാനം വേസ്റ്റ് ആവില്ല. ഇത്തരം കാര്യങ്ങൾ പ്ലാനിങ് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. നമ്മുടെ അധ്വാനം വേസ്റ്റായി പോകുന്ന പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ പ്ലാനിങ് ഗുണകരമാവും. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ. രണ്ടാമത്തത്, പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റീസ്. മൂന്നാമത്തത്, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. നാലാമത്തെ പോയിന്റ്, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നൊവേറ്റീവ് ഐഡിയാസ്. നമുക്കറിയാം, ഒരു ആലോചിക്കുമ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ അത് ഒരു സെറിബ്രൽ ആക്ടിവിറ്റിയാണ്, ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്, ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എത്ര നവീനമായ രീതിയിൽ അത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചിന്ത വരും, ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടക്കും. അതുകൊണ്ട് തന്നെ പ്ലാനിങ് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇന്നൊവേറ്റീവായ ഐഡിയാസ് രൂപപ്പെട്ടു വരാൻ പ്ലാനിങ് കാരണമാവുന്നു. ഓക്കെ, 4 പോയിന്റ് ഞാൻ ഒന്നുകൂടി നോട്ട് ചെയ്യുന്നു. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റീസ്, and then planning reduces overlapping and wasteful activities, and then planning promotes innovative ideas. അഞ്ചാമത്തെ പോയിന്റ്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ആസൂത്രണം അതല്ലെങ്കിൽ പ്ലാനിങ് തീരുമാനമെടുക്കുന്നതിന് സൗകര്യമൊരുക്കുന്നു. ഒരു ലക്ഷ്യത്തിലേക്കുള്ള വ്യത്യസ്തമായ വഴികൾ കണ്ടെത്തുകയും അതിൽ ഏറ്റവും അനുയോജ്യമായ വഴി സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നു. ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് ആൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിലൊക്കെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കലുണ്ട്. അതുകൊണ്ട് ആസൂത്രണം തീരുമാനമെടുക്കുന്നതിന് സൗകര്യമൊരുക്കുന്നു അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ 5 പോയിന്റുകൾ കഴിഞ്ഞു. ഇനി 6ാമത്തെ പോയിന്റ്, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. 5 പോയിന്റ് നിങ്ങൾ കേട്ടു, മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. 6th പോയിന്റ് ഈസ് പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. നിയന്ത്രണത്തിന് നിലവാരം നിശ്ചയിക്കുന്ന പ്ലാനിങ് ആണ്. അതെങ്ങനെയാണ്? പ്ലാനിങ് കൺട്രോളിങ്ങിന് ഒരു മുൻ ഉപാധിയാണല്ലോ. കൺട്രോളിങ് നടത്തണമെങ്കിൽ പ്ലാനിങ് വേണം. മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരത്തോടെയാണ് നമ്മൾ പ്ലാനിങ്ങിൽ നിശ്ചയിക്കും, ഇത്ര നിലവാരം വേണം. ആ മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരത്തോടാണ് ഒരാളുടെ പെർഫോമൻസിനെ, പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത്. നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്ര പോയിൻ്റാണ്, ഇത്ര ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്ര പെർഫോമൻസ് ലെവൽ വേണം. അത് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അത് വെച്ചുകൊണ്ടാണ് ഒരാളുടെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്. സോ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. ബൈ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസസ് വിത്ത് സം സ്റ്റാൻഡേർഡ്സ്, managers can know whether they have actually been able to attain the goals. If there is any deviations, it can be corrected. ഏതെങ്കിലും ഒരു കമ്പാരിസൺ നടത്തുകയാണ്, എന്നിട്ട് അതിൽ നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു പെർഫോമൻസ് ലെവൽ ആയിട്ടില്ലെങ്കിൽ കറക്ഷൻ നടത്താനുള്ള, അതിന് തിരുത്താനുള്ള അവസരം പോലും ലഭ്യമാവുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 6 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 6 പോയിന്റുകൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, പ്ലാനിങ് ദിശ നിശ്ചയിക്കുന്നു. രണ്ടാമത്, പ്ലാനിങ് റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് അൺസെർട്ടനിറ്റീസ് എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം മൂലമുള്ള നഷ്ടസാധ്യതയെ പ്ലാനിങ് ഒഴിവാക്കുന്നു. മൂന്നാമത്, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഓവർലാപ്പിങ്ങും
അതുപോലെ നമ്മുടെ അധ്വാനം വേസ്റ്റ് ആവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്ലാനിംഗ് ഒഴിവാക്കുന്നു. ഫോർത്ത് പോയിന്റ് ഈസ് പ്ലാനിംഗ് പ്രൊമോട്ട്സ് ഇന്നൊവേറ്റീവ് ഐഡിയാസ്. പുതിയ നവീനങ്ങളായ ആശയങ്ങളെ കൊണ്ടുവരാൻ പ്ലാനിംഗ് സഹായിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ് ഈസ് പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്, മീൻസ് ആസൂത്രണം തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്നു. ആറാമത്തെ പോയിന്റ് പ്ലാനിംഗ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്, മീൻസ് നിയന്ത്രണത്തിന് കൺട്രോളിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത് പ്ലാനിംഗ് ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഫങ്ഷനായ പ്ലാനിങ്ങിലാണ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇനി നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്? ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യം നേടുന്നതിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ലക്ഷ്യം നിശ്ചയിക്കുന്നു, അതിനാവശ്യമായ വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ ഫോർമുലേറ്റ് ചെയ്യുന്നു, അത് ഏറ്റവും അനുയോജ്യമായി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലെ പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യത്തിലാണ്, ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിലാണ് പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഫീച്ചർ, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. പ്ലാനിങ് ഒരു പ്രൈമറി ഫങ്ഷനാണ്. മറ്റു പല ഫങ്ഷൻ്റെയും ബേസ് ആയിട്ടുള്ള ഫങ്ഷനാണ് പ്ലാനിങ്. ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ് ആർ പെർഫോംഡ് വിത്തിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ദ പ്ലാൻസ് ഡ്രോൺ. എന്ന് പറഞ്ഞാൽ തയ്യാറാക്കപ്പെട്ട പ്ലാൻ അതുമായി ബന്ധപ്പെട്ടാണ് ബാക്കി എല്ലാ ഫങ്ഷൻസും. അതുകൊണ്ടാണ് പ്ലാനിങ്ങിനെ ഒരു പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്ലാനിങ് പ്രൊവൈഡ്സ് ദി ബേസിസ് ഓഫ് ഓൾ അതർ ഫങ്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലാനിങ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പോയിന്റ് ഈസ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. തേർഡ് പോയിന്റ് ഈസ് പ്ലാനിങ് ഈസ് പെർവേസീവ്, മീൻസ് പ്ലാനിങ് ആസൂത്രണം സർവ്വവ്യാപിയാണ്. ഇൻ ഓൾ ലെവൽസ്, ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് വി നീഡ് പ്ലാനിങ്. ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും പ്ലാനിങ് ആവശ്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ പ്ലാനിങ് ഈസ് പെർവേസീവ്, സർവ്വവ്യാപിയാണ്. ഒന്നാമത്തത് പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പോയിന്റ് ഈസ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. തേർഡ് പോയിന്റ് ഈസ് പ്ലാനിങ് ഈസ് പെർവേസീവ്. ഫോർത്ത് പോയിന്റ് ഈസ് പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്, മീൻസ് പ്ലാനിങ് തുടർച്ചയായി പോകുന്നതാണ്, അനസ്യൂതമാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, അതിന് നിശ്ചിതമായ ഒരു സമയപരിധി ഉണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും പ്ലാൻ തയ്യാറാക്കുന്നു. ആ തരത്തിൽ പ്ലാൻ തുടർച്ചയായി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 4 പോയിൻ്റാണ് നമ്മളിപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്ന്, പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ ഈസ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. തേർഡ് വൺ ഈസ് പ്ലാനിങ് ഈസ് പെർവേസീവ്. ഫോർത്ത് വൺ ഈസ് പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഭാവിയുമായി ബന്ധപ്പെട്ടതാണ് പ്ലാനിങ്. ലുക്കിംഗ് എഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദി ഫ്യൂച്ചർ. ഭാവിയിലെ കാര്യങ്ങൾ ദീർഘദർശനം ചെയ്യുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങളുണ്ടാവും, ഗവൺമെൻറ് പോളിസികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സാധ്യതയുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രഡിക്ഷനാണ്, ഒരു പ്രവചനമാണ് സത്യത്തിൽ പ്ലാനിങ് നടക്കുന്നത്. സോ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഭാവിയിലേക്കുള്ള ഒരു ദീർഘദർശനമാണ് പ്ലാനിങ് നിർവഹിക്കുന്നത്. ഓക്കെ. ആറാമത്തെ പോയിന്റ്, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. വ്യത്യസ്തമായ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ നേരത്തെ സംസാരിച്ചു. ഒരു ലക്ഷ്യം നിശ്ചയിക്കുന്നു, വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ കണ്ടെത്തുന്നു, ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ള, ഫീസിബിളായിട്ടുള്ള, പോസിബിളായിട്ടുള്ള, സാധ്യമായ വഴികൾ സെലക്ട് ചെയ്യുന്നു. അവിടെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. അപ്പോൾ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുക എന്ന പ്രവൃത്തി കൂടി ഉൾപ്പെട്ടതാണ് പ്ലാനിങ് എന്ന് പറയാം. പ്ലാനിങ് ഇൻവോൾവ്സ് സ്റ്റഡിയിങ്, ഇവാലുവേറ്റിംഗ് ഈച്ച് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് മേക്കിംഗ് ദി ഡിസിഷൻ ഓഫ് ചൂസിങ് എൻ അപ്രോപ്രിയേറ്റ് വൺ. വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ ഓരോന്നിനെക്കുറിച്ചും ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിൽ ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഏഴാമത്തെ പോയിന്റ്, പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. ഇതൊരു ബുദ്ധിപരമായ പ്രവർത്തനമാണ്, ഇതൊരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞ
പ്രധാനപ്പെട്ട ടൈറ്റിലുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. അതിൽ പ്രൈമറി ഫംഗ്ഷനായ പ്ലാനിംഗ് ആണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്ലാനിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു വെരി മച്ച്.